കയ്യിലേക്ക് വരുന്ന മരവിപ്പ് പ്രധാനമായും ഈ 3 വിരലുകൾക്കാണ് സിംറ്റംസ് യൂഷ്വലി വരിക. അതിൽ കുഞ്ഞു കുഞ്ഞു വെസൽസ്, കുഞ്ഞു കുഞ്ഞു രക്തക്കുഴലുകൾ, ആ രക്തക്കുഴലുകളിലാണ് ഉള്ളിലേക്ക് എപ്പോഴും രക്തോട്ടം നൽകുന്നത്. മൈൽഡ്, മോഡറേറ്റ്, സിവിയർ അങ്ങനെ 3 ഗ്രേഡിലുള്ള കാർപ്പൽ ടണൽ സിൻഡ്രോമാണ് വളരെ യൂഷ്വലി കാണുന്നത്. രാത്രിയിൽ കൈ കഴപ്പ് കാരണം നിങ്ങൾക്ക് എഴുന്നേൽക്കേണ്ടി വരാറുണ്ടോ? പ്രത്യേകിച്ച് 30 കഴിഞ്ഞ സ്ത്രീകളിലും IT പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്നത്, കൂടുതൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സ്ത്രീകളിലാണ് ഇത് കണ്ടുവരുന്നത്. പുരുഷന്മാരിലും വളരെയധികം, പ്രത്യേകിച്ച് വൈബ്രേറ്റിംഗ് ജോലി ചെയ്യുന്ന, വൈബ്രേറ്റേഴ്സ് ഉപയോഗിക്കുന്ന ജോലികൾ, ഈ ക്രഷേഴ്സിൽ, പിന്നെ ഹാമേഴ്സിൽ, ഇലക്ട്രീഷ്യൻസ്, പ്ലംബേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരിൽ പലപ്പോഴും രാത്രിയിൽ കൈ കഴപ്പ് കാരണം എഴുന്നേൽക്കേണ്ടി വരിക, ജോലി ചെയ്യുമ്പോൾ കൈ കഴപ്പ് കാരണം ജോലി ചെയ്യാൻ പറ്റാതെ വരിക, പിന്നെ ഗ്ലാസ് എടുക്കുമ്പോൾ കയ്യിൽ നിന്ന് താഴെ പോവുക, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. ഈ അസുഖത്തെ, കയ്യിലേക്ക് വരുന്ന മരവിപ്പ് പ്രധാനമായും ഈ 3 വിരലുകൾക്കാണ് സിംറ്റംസ് യൂഷ്വലി വരിക. ആദ്യം മരവിപ്പായിട്ടായിരിക്കും തുടങ്ങുക. പ്രധാനമായും തള്ളവിരലിലേക്ക് വരുന്ന മരവിപ്പാണ്. അത് ശേഷം മറ്റ് ഈ 2 വിരലുകളിലാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഇത് കാർപ്പൽ ടണൽ സിൻഡ്രോമാണ് മോസ്റ്റ് കോമൺലി ഇതിൻ്റെ പിന്നിലെ റീസൺ. ഇതിന് റീസൺ നമ്മുടെ റിസ്റ്റിൻ്റെ ഈ ഭാഗത്തായിട്ട് 6 എല്ലുകളാണ് നമുക്കിവിടെ ഉള്ളത്. ഈ എല്ലുകളും മുകളിലൊരു കവറിങ്ങും കാർപ്പൽ ടണൽ എന്ന് പറയുന്ന ഒരു ടണൽ ഫോം ചെയ്യുന്നുണ്ട്. ട്രാൻസ്വേഴ്സ് കാർപ്പൽ ലിഗമെൻ്റ് എന്ന് പറഞ്ഞൊരു ലിഗമെൻ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹോള് പോലെ കാണാം. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹോളായിട്ട് കാണാം. അതിനുള്ളിലൂടെയാണ് നമ്മുടെ കയ്യിലേക്കുള്ള ഞരമ്പ്, മീഡിയൻ നെർവ് എന്ന ഞരമ്പ് കയ്യിലേക്ക് പോകുന്നു. നമുക്ക് കയ്യിലേക്ക് പ്രധാനമായിട്ടും റേഡിയൽ നെർവ്, മീഡിയൽ നെർവ്, അൾനാർ നെർവ് അങ്ങനെ 3 നെർവുകളാണ് നമ്മുടെ കൈയുടെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ 3 വിരലുകളെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന നെർവാണ് മീഡിയൻ നെർവ്. അത് ഈ ടണലിലൂടെ കടന്നു പോവുകയും, എന്നാൽ ഈ ടണലിൻ്റെ വ്യാസം കുറഞ്ഞു വരികയും ചെയ്യുമ്പോൾ ഈ നെർവ് പ്രഷർ കൂടുതൽ വരുമ്പോഴാണ് ഈ കയ്യിലേക്ക് വരുന്ന തരിപ്പ് വരുന്നത്. ഇത് പല റീസൺ കൊണ്ട് ഈ ടണലുകൾക്ക് വീതി കുറയാം. ഒന്നാമത്തെ പ്രധാന റീസൺ ജോലിയാണ്. അതായത് ഒരുപാട് ഹാർഡ് വർക്കിംഗ് ആയ ജോലി, അല്ലെങ്കിൽ വൈബ്രേറ്റിംഗ് ആയ ജോലി, അങ്ങനെയുള്ള ജോലികൾ ചെയ്യുമ്പോൾ ഈ ടണലിനുള്ളിൽ എക്സ്ട്രാ ആയിട്ട് ഫാറ്റ്, പ്രത്യേകിച്ച് തൈറോയ്ഡ് രോഗികളിൽ എക്സ്ട്രാ ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ടാകുന്ന മൂലം ഇതിൻ്റെ ഡയമീറ്റർ തീരെ കുറയുകയും, ഇതിനുള്ളിലൂടെ ഈ ഞരമ്പ് മാത്രമല്ല ഈ കയ്യിലേക്കുള്ള വള്ളികൾ പോകുന്നുണ്ട്. ആ വള്ളികൾ ഒരു ഹാർഡ് സ്ട്രക്ചറാണ്, ബോൺ ഒരു ഹാർഡ് സ്ട്രക്ചറാണ്, പക്ഷേ എന്നാൽ നെർവ് കുറച്ചുകൂടി തിന്നായിട്ടുള്ള സ്ട്രക്ചറാണ്. അപ്പോൾ ഇതിനെല്ലാം പ്രഷർ താങ്ങാൻ പറ്റും, പക്ഷേ നെർവിന് പ്രഷർ താങ്ങാൻ കഴിയില്ല. മറ്റൊരു റീസൺ, ബാക്കി എല്ലാ ശരീര അവയവങ്ങൾക്കും രക്തോട്ടം കിട്ടുന്നത് രക്തക്കുഴലുകളിലൂടെയാണ്. എന്നാൽ നെർവുകൾക്ക് എപ്പോഴും അതിൻ്റെ പുറമേയുള്ള കവറിങ്ങിലുള്ള എപ്പിനൂറിയം എന്ന് പറയും. അതായത് ഒരു പാട പോലുള്ള കവർ, അതിൽ കുഞ്ഞു കുഞ്ഞു വെസൽസ്, കുഞ്ഞു കുഞ്ഞു രക്തക്കുഴലുകൾ, ആ രക്തക്കുഴലുകളിലാണ് ഉള്ളിലേക്ക് എപ്പോഴും രക്തോട്ടം നൽകുന്നത്. അപ്പോൾ ഈ പ്രഷർ വരുന്ന സമയത്ത്, പുറമേ നിന്ന് പ്രഷർ വരുമ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു രക്തക്കുഴലുകൾ പ്രസ്സായി നമ്മുടെ നെർവിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നതാണ്. ഇതാണ് അൾട്ടിമേറ്റ്ലി നമുക്ക് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്ന പ്രശ്നം കൊണ്ട് തോന്നുന്നത്. പേര് കേൾക്കുമ്പോൾ വളരെ വലിയ എന്തോ ഒരു രോഗമായി തോന്നുമെങ്കിലും വളരെ ചെറിയൊരു സർജറിയിലൂടെ, അല്ലെങ്കിൽ ഇഞ്ചക്ഷനിലൂടെ, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിയിലൂടെ മാറുന്ന രോഗമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ 3 കൈവിരലുണ്ടാകുന്ന തരിപ്പ്. രണ്ടാമത്തേത്, നമ്മൾ കൈ രണ്ടും അടുപ്പിച്ച് വെച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, ഇവിടെ ഒരു മുഴ പോലെ ഉണ്ട്. ഇവിടെ ഒരു തീനാർ മസിൽ എന്ന് പറയും. ഈ മസിൽ ഇതിൻ്റെ വേസ്റ്റിംഗ് ഉണ്ടാകും. അതായത് ഇതിൻ്റെ ഈ മുഴ ഭാഗത്തിന് പകരം ഇവിടെ പരന്നിരിക്കും. അങ്ങനെ പരന്നിരിക്കുക, നിങ്ങൾക്ക് ഗ്ലാസ് എടുക്കുമ്പോൾ കയ്യിൽ നിന്ന് ഊർന്ന് വീഴുകയോ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് കാർപ്പൽ ടണൽ സിൻഡ്രോം ആവാൻ സാധ്യതയുണ്ട്. ഇത് കണ്ടുപിടിക്കുന്നതിനായി നെർവ് കണ്ടക്ഷൻ വെലോസിറ്റി ടെസ്റ്റ് എന്നൊരു ടെസ്റ്റ് ഉണ്ട്. അതായത് ഒരു കറണ്ട് ഇതുവഴി പാസ് ചെയ്ത് ഇപ്പുറത്തെത്തുമ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കും. അതിൻ്റെ സ്പീഡ് വെച്ചിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. വളരെ ചെറിയ തുച്ഛമായ ചിലവിൽ ചെയ്യാവുന്നൊരു ടെസ്റ്റാണ്. 2 കൈയിലും ടെസ്റ്റ് ചെയ്യും. 2 കൈയിലും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നോർമലാണ്. എന്നാൽ ഈ കംപ്രഷനുള്ള സ്ഥലത്ത് ഈ വോൾട്ടേജ് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് തീരെ കുറവായിരിക്കും. അങ്ങനെ കുറയും തോറും എത്ര ഡിഗ്രി സിവിയറിറ്റി നമുക്കറിയാൻ പറ്റും. മൈൽഡ്, മോഡറേറ്റ്, സിവിയർ അങ്ങനെ 3 ഗ്രേഡിലുള്ള കാർപ്പൽ ടണൽ സിൻഡ്രോമാണ് വളരെ യൂഷ്വലി കാണുന്നത്. മൈൽഡ്, മോഡറേറ്റ് രീതികളിൽ നമുക്ക് പലപ്പോഴും എക്സസൈസുകളും റെസ്റ്റ്, പിന്നെ ലോക്കലി എടുക്കുന്ന ഇഞ്ചക്ഷൻ, നേരത്തെ പറഞ്ഞ പോലെ റീജനറേറ്റീവ് മെഡിസിനിലുള്ള PRP അല്ലെങ്കിൽ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനുകൾ, ഇങ്ങനെയുള്ള ഇഞ്ചക്ഷനുകൾ മോഡറേറ്റ് അവസ്ഥയിൽ രോഗികൾക്ക് ഹെൽപ്ഫുള്ളാണ്.
ഇൻ കേസ് സിവിയർ ആയിട്ടുള്ള രോഗികളാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ ഒരു 2 മില്ലിമീറ്റർ വലിപ്പമുള്ള ചെറിയ അവിടെ മാത്രം ധരിപ്പിച്ചിട്ടുള്ള ചെറിയ സർജറികളിലൂടെ ആ ടണലിൻ്റെ വലിപ്പം നമുക്ക് കൂട്ടാൻ സാധിക്കുന്നതാണ്. അതിന് ഹോസ്പിറ്റൽ അഡ്മിഷനോ ഒരു ഫുൾ ഡേ കിടക്കുകയൊന്നും വേണ്ട. രാവിലെ വന്നാൽ ഉച്ചയ്ക്ക് പോകുന്ന വളരെ ചെറിയ സർജറിയിലൂടെ തിരിച്ച് നാളെ തന്നെ ജോലിക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ കാർപ്പൽ ടണൽ റിലീസ് എന്ന ചെറിയ സർജറിയിലൂടെ ഈ കാർപ്പൽ ടണൽ ബുദ്ധിമുട്ടുകൾ മാറാവുന്നതാണ്.